ക്യാമറകൾക്ക് മുന്നിൽ ഗ്ലാമർ ലോകത്ത് തിളങ്ങി നിന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് വെറും 5 മാസത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഒരു കൊലപാതകമോ അതോ ആത്മഹത്യയോ? ഇന്ത്യ ഒന്നാകെ ഞെട്ടിച്ച 33-കാരിയായ മുൻ മോഡലും നടിയുമായ ത്വിഷ ശർമ്മയുടെ മരണത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. 2026 മെയ് 12-നാണ് ഭോപ്പാലിലെ വീട്ടിൽ ത്വിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ മരുമകൾക്ക് സ്വന്തം വീട്ടിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ? 2025 ഡിസംബർ 9-നാണ് ത്വിഷ ശർമ്മയുടെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങുന്നത്. പ്രശസ്ത അഭിഭാഷകനായ സമർത്ത് സിംഗ് ആയിരുന്നു വരൻ. സമർത്തിന്റെ അമ്മ ഗിരിബാല സിംഗ് ആകട്ടെ ഒരു മുൻ ജില്ലാ ജഡ്ജി. വളരെ സ്വാധീനമുള്ള ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുടുംബം. എന്നാൽ പുറമേ കണ്ട ആഡംബരങ്ങൾക്കൊന്നും ഉള്ളിലെ ക്രൂരതകളെ മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ത്വിഷ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്ന് അവരുടെ കുടുംബം ആരോപിക്കുന്നു. സമർത്ത് സിംഗും അമ്മ ഗിരിബാല സിംഗും നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ട് ത്വിഷയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ശാരീരികമായും മാനസികവുമായിട്ടുള്ള ഈ ഉപദ്രവങ്ങൾ അതിരുവിട്ടപ്പോഴാണ് ത്വിഷയ്ക്ക് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ഒരു നിയമപാലകയായിരുന്ന മുൻ ജഡ്ജി തന്നെ ഇത്തരമൊരു ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു എന്നത് സമൂഹത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. എന്നാൽ ത്വിഷയുടെ കുടുംബം നൽകിയ ഈ ആരോപണങ്ങളെല്ലാം ഭർതൃമാതാവ് ഗിരിബാല സിംഗ് പൂർണ്ണമായും തള്ളി. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച വാദങ്ങൾ കേസിന്റെ ഗതി തന്നെ മാറ്റുന്നതായിരുന്നു. ഗിരിബാലയുടെ വാദപ്രകാരം ത്വിഷയ്ക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു. അമിതമായ അളവിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നതിനാൽ ത്വിഷയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. കൂടാതെ അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിലുമായിരുന്നു. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഡോക്ടർമാർ തന്നെ ത്വിഷയോട് ഗർഭഛിദ്രത്തിന് നിർദ്ദേശിച്ചിരുന്നുവെന്നും ഗിരിബാല സിംഗ് ആവശ്യപ്പെട്ടു. എന്നാൽ നിയമത്തിന്റെ പഴുതുകൾ നന്നായി അറിയാവുന്ന മുൻ ജഡ്ജിയായ ഗിരിബാല കേസിൽ നിന്നും മകനെയും തന്നെയും രക്ഷിക്കാൻ കെട്ടിച്ചമച്ച കഥകളാണോ ഇതെന്ന് പോലീസ് സംശയിച്ചത്. ഈ മെഡിക്കൽ രേഖകളുടെ സത്യാവസ്ഥ അറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ത്വിഷയെ ചികിത്സിച്ച ഡോക്ടർമാരെയും മാനസികാരോഗ്യ വിദഗ്ധരെയും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മെയ് 12-ന് ത്വിഷയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഭർത്താവും കേസിലെ 1-ാം പ്രതിയുമായ സമർത്ത് സിംഗ് ഒളിവിൽ പോയി. കൃത്യം 10 ദിവസത്തിന് ശേഷം മെയ് 22-ന് കോടതിയിൽ കീഴടങ്ങുന്നതുവരെ സമർത്ത് എവിടെയായിരുന്നു എന്നത് വലിയൊരു ദുരൂഹതയാണ്. മധ്യപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ആദ്യത്തെ 2 ദിവസം ഭോപ്പാലിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞുവെന്നും പിന്നീട് ജബൽപൂരിലേക്ക് കടന്നുവെന്നുമാണ് സമർത്ത് നൽകിയ മൊഴി. പക്ഷേ ഇവിടെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഈ 10 ദിവസം ഒളിവിൽ കഴിയാൻ സമർത്തിനെ സഹായം ചെയ്തത് ആരാണ് ഇയാൾക്ക് താമസിക്കാൻ ഇടം നൽകിയത്? യാത്രാ സൗകര്യങ്ങളും പണവും നൽകിയത് ആരാണ്? ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സമർത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുക എന്നത് CBIയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. കേസിന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമായതോടെ കഴിഞ്ഞ ആഴ്ച CBI ഭർതൃമാതാവ് ഗിരിബാല സിംഗിനെയും അറസ്റ്റ് ചെയ്തു. മധ്യപ്രദേശ് ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ്. അതിനിടെ ത്വിഷയുടെ കുടുംബം മറ്റൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. മുൻപ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് ഗിരിബാല സിംഗ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പുതിയ പരാതി. പോലീസ് ഇവരുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ വീഡിയോയിലെ തങ്ങൾക്ക് അനുകൂലമായ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് ഗിരിബാല സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാനാണ് അവർ ഇത് ചെയ്തതെന്ന് ത്വിഷയുടെ കുടുംബം ആരോപിക്കുന്നു. കേസ് ഇപ്പോൾ പൂർണ്ണമായും CBIയുടെ നിയന്ത്രണത്തിലാണ്. അമ്മയും മകനെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനാണ് CBIയുടെ തീരുമാനം. ഇരുവരും നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനും സംഭവ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. മുൻ ജഡ്ജിയും അഭിഭാഷകനുമായ പ്രതികൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുമോ അതോ ത്വിഷ ശർമ്മയ്ക്ക് നീതി ലഭിക്കുമോ? ഡിജിറ്റൽ തെളിവുകളും ഡോക്ടർമാരുടെ മൊഴികളും വരും ദിവസങ്ങളിൽ നിർണായകമാകും. വലിയ സ്വപ്നങ്ങളുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ച ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരം നൽകേണ്ടത് ഇനി CBI ആണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ്.